മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പത്തനംതിട്ടയിലെ ദുരന്തബാധിത പ്രദേശങ്ങളിലെത്തും. ഉച്ചയ്ക്ക് 12 മണിയോടെയാകും മുഖ്യമന്ത്രി ആറന്മുളയിൽ എത്തിച്ചേരുക. റാന്നിയിലെ ദുരിതബാധിത പ്രദേശങ്ങളിലും മുഖ്യമന്ത്രി എത്തും. ദുരിതബാധിതരോട് മുഖ്യമന്ത്രി നേരിട്ട് സംസാരിക്കും. ഇന്നലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ദുരിതബാധിത ക്യാമ്പുകളിലെത്തിയ ആളുകളോട് സംസാരിച്ചിരുന്നു. നാളെ മന്ത്രിസഭാ യോഗം പ്രളയക്കെടുതി വിശദമായി ചർച്ച ചെയ്യും. ടി വി പ്രസാദ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് പ്രസാദ്. അങ്ങനെ മുഖ്യമന്ത്രി ദുരന്തബാധിത മേഖലകളിലേക്ക് എത്തുകയാണ്. എങ്ങനെയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ? ശ്രുതി, കീർത്തന, ഗുഡ് മോർണിംഗ്. ഇന്ന് മുഖ്യമന്ത്രി ദുരന്തബാധിത പ്രദേശങ്ങളിൽ എത്തുമ്പോൾ എങ്ങനെയാണ് ഇനിയിപ്പോൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്നത് സംബന്ധിച്ചുള്ള ഒരു പ്രതികരണം കൂടി ഉണ്ടാകും എന്നാണ് കരുതുന്നത്. നമുക്കറിയാവുന്നതുപോലെ ആ ദുരന്തത്തിൻ്റെ ഭാഗമായുള്ള അലർട്ടുകൾ കൃത്യമായി അത് ജനങ്ങൾക്ക് കൊടുത്തില്ല എന്ന ഗുരുതരമായ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതായത് റാന്നിയിലുള്ള കടക്കാരും അതുപോലെ തന്നെ വീട്ടിൽ താമസിക്കുന്നവരും ഉൾപ്പെടെയുള്ളവർക്ക് മാറാനുള്ള അവരുടെ കാര്യങ്ങൾ എടുത്തു മാറ്റാനുള്ള ഒരു അവസരം കൊടുത്തില്ല എന്നുള്ള ഗുരുതരമായൊരു വിഷയം നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ അത് ആ രീതിയിലുള്ളൊരു അലർട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. പക്ഷേ അതേസമയം തന്നെ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അത് ആ മാധ്യമങ്ങളോട് എന്തുകൊണ്ട് വിശദീകരിച്ചില്ല എന്ന് ചോദിച്ച സമയത്ത് അത് റവന്യൂ മന്ത്രി കൈകാര്യം ചെയ്തിരുന്നല്ലോ എന്ന മറുപടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു, യോഗം ചേർന്നിരുന്നു, വേണ്ട മുന്നൊരുക്കങ്ങളെല്ലാം നടത്തിയിരുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഇന്നലെ വിശദീകരിച്ചത്. പക്ഷേ കടുത്ത വിമർശനം ഉണ്ടായിരുന്നു. കാരണം വിരുന്നിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ടും പിന്നീട് സ്വകാര്യ ഹെലികോപ്റ്റർ യാത്രയുമായി ബന്ധപ്പെട്ടുമുള്ള വിവാദങ്ങളെല്ലാം വളരെ ശക്തമായി ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ തീരുമാനിക്കുന്നത്. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ആറന്മുളയിൽ എത്തും എന്നാണ് കരുതുന്നത്. അതിനുശേഷം റാന്നിയിൽ സന്ദർശനം നടത്തും. റാന്നിയിൽ കച്ചവടക്കാർ അവർക്കുണ്ടായ ബുദ്ധിമുട്ട് മുഖ്യമന്ത്രിയോട് വിശദീകരിക്കും എന്നാണ് കച്ചവടക്കാരിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ആ പ്രദേശത്തുണ്ടാകുന്ന അടിക്കടി ഉണ്ടാകുന്ന ഇത്തരം പ്രതിസന്ധികൾ അതിനെ മറികടക്കാനുള്ള ഒരു സ്ഥിരം സംവിധാനം വേണം എന്നും കടക്കാരും അതുപോലെ തന്നെ കച്ചവടക്കാരും നാട്ടുകാരും എല്ലാം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. എന്തായാലും ഇന്നത്തെ സന്ദർശനം അത് ഏറെ പ്രധാനം തന്നെയാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ദുരിതബാധിത പ്രദേശങ്ങൾ നേരിട്ട് സന്ദർശിക്കുന്നു എന്ന അർത്ഥത്തിൽ തന്നെ. തീർച്ചയായിട്ടും നിർണായകം തന്നെയാണ്. മുഖ്യമന്ത്രി ഇന്ന് പത്തനംതിട്ടയിലെ ദുരന്തബാധിത മേഖലകളിലേക്കാണ് എത്തുന്നത്. ഉച്ചയ്ക്ക് 12 മണിയോടെയാകും മുഖ്യമന്ത്രി എത്തുന്നത്. വിശദാംശങ്ങളാണ് ടി വി പ്രസാദ് നൽകിയത്.